Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അപ്പം അതിൽ പ്രഭു മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു മുതിർന്ന ശിഷ്യയാണ് കൗസല്യ മാതാജി. കൗസല്യ മാജിയുടെ ഒരു സാക്ഷാത്കാരം പറയുന്നുണ്ട്. അപ്പോൾ പ്രഭുപാദ് യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോഴത്തേന് അദ്ദേഹത്തിൻ്റെ രാധാകൃഷ്ണ ഡെയ്റ്റീസും കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ബോംബെയിൽ വെച്ച് അവരുടെ ഒരു ഷെഡ്യൂളെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നെങ്കിൽ പ്രഭുപാദ് മംഗളാരതി ചെയ്യും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിഷ്യന്മാർ മംഗളാരതി ചെയ്യും. അതിനുശേഷം പ്രഭുപാദ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭാഗവത്തെക്കുറിച്ചോ ഭഗവത്ഗീതയെക്കുറിച്ചോ കുറച്ച് അവരോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വട്ടം കൗസല്യമാജി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഭാഗവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരാൾ അവിടെ വന്നിട്ട് പുതിയൊരാൾ വന്നിട്ട് പ്രഭുപാദിൻ്റെ കാലിലേക്ക് വീണ് നമസ്കരിച്ചിട്ട് പ്രഭുപാദിനോട് പറയും, എനിക്ക് എൻലൈറ്റ്മെന്റ് തരണമേ എന്ന് പറയും, എനിക്ക് സാക്ഷാത്കാരം തരണമേ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമസ്കരിക്കും. അപ്പോൾ പ്രഭുപാദ് അത് നോക്കിയിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയും, എനിക്ക് അങ്ങക്ക് എൻലൈറ്റ്മെന്റ് തരാനായിട്ട് പറ്റില്ല എന്ന് പ്രഭുപാദ് പറയും. എനിക്ക് ആ കൂടെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ നിനക്ക് സ്വയം എൻലൈറ്റ്മെന്റ് നേടാമെന്ന് ഉള്ള എൻലൈറ്റ്മെന്റ്, അതിനുള്ള അറിവ് ഞാൻ നിനക്ക് തരാം എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. മറ്റൊരാൾക്ക് നമുക്ക് എൻലൈറ്റ്മെന്റ് തരാൻ പറ്റില്ല, യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് എന്ന് പ്രഭുപാദ് അവിടെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് പോയി ഇപ്പം കൗസല്യമാജി എൻ്റെ സാക്ഷാത്കാരമായിട്ട് പറയുകയാണ്, ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ അസോസിയേഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് സാക്ഷാത്കാരം ലഭിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ഭഗവാനെ മനസ്സിലാക്കാനുള്ള ആ ഒരു എൻഡവർ, അതിൻ്റെ ഒരു വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ മാത്രമേ എൻലൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രഭുപാദ് അവിടെ വെച്ച് ആ വ്യക്തിയോട് പറഞ്ഞതായിട്ട് കൗസല്യമാജി പറയും.